നമസ്കാരം, ആർദ്രാമൃതം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിതാ ഞങ്ങളിതാ വടക്കുംനാഥൻ ക്ഷേത്രത്തിലെ ആദരോത്സവത്തിന് പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ഞങ്ങളിത് ഇറങ്ങുകയായി. ഞങ്ങള് ആതിരോത്സവത്തിന് തിരുവാതിരക്കളി കളിച്ച് ഇപ്പൊ നിൽക്കുകയാണ്. ഇപ്പൊ ഈ ആതിരോത്സവം ഇവിടെ തുടങ്ങിയ സമയം മുതൽക്ക് തന്നെ ഞങ്ങള് ഈ എല്ലാ പ്രാവശ്യവും ഇവിടെ കളിക്കാറുണ്ട്. ഏതാണ്ട് ഒരു 18 വർഷമായി ഞങ്ങൾ ഈ വടക്കുംനാഥ സന്നിധിയിൽ ആതിരോത്സവത്തിൽ കൈകൊട്ടിക്കളി അവതരിപ്പിക്കുന്നു. സത്യം പറഞ്ഞാൽ ഈ കാലത്ത് തിരുവാതിര ആയി എന്നറിയിക്കാൻ നമുക്ക് ഓർമ്മ വരാനായിട്ട് ആതിരോത്സവത്തിന് നല്ലൊരു പങ്കുണ്ട്. പണ്ടൊക്കെ ഇപ്പൊ തിരുവാതിരയായി എന്ന് അറിയാൻ ഇപ്പൊ വളരെ നേരത്തെ ഇങ്ങിട്ട് തുടി കുളി അങ്ങനെയൊക്കെയാണ് അറിയണ്ടായിരുന്നത്. ഇപ്പം അത് കാലം മാറി ശരിക്കും. അപ്പം നമുക്ക് പണ്ട് കാലത്ത് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ധാരാളം ഓർമ്മകളുണ്ട് നമുക്ക് തിരുവാതിരയ്ക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരുപാട് ആചാരങ്ങളുള്ള ഏറ്റവും കൂടുതൽ ആചാരങ്ങൾ എനിക്ക് തോന്നുന്നു തിരുവാതിരയിലാണെന്ന് തോന്നുന്നു. ഒരുപാട് ആചാരങ്ങളുള്ളൊരു ആഘോഷമാണ് അല്ലെങ്കിൽ ഒരു വ്രതമാണ് തിരുവാതിര നോമ്പ് അല്ലെങ്കിൽ തിരുവാതിര എന്നൊക്കെ പറയുമ്പോൾ ഇതിനൊക്കെ എന്താണ് ആദ്യം മനസ്സിൽ ഓർമ്മ വരുന്നത്? തിരുവാതിര എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ തുടിച്ചുപുളി തന്നെയാണ്. രാവിലെ നേരത്തെ എണീറ്റ് എല്ലാവരും കൂടി തുടിച്ചു കുളിക്കുക, തീക്കായ, അങ്ങനെ ഒരു കുളത്തില് ഭയങ്കര രസമായിട്ടുള്ള കഴിയാണ്. പിന്നെ തോന്നണത് 108 വെറ്റില. അത് ഈ തിരുവാതിരയ്ക്ക് മാത്രം ഉണ്ടാവുന്ന ഒരു ഇതാണല്ലോ 108 വെറ്റില തിന്നാന്നുള്ളത്. അത് ഈ തിരുവാതിരയുടെ ഒരു പ്രധാന ചടങ്ങുമാണ്. വേളി കഴിഞ്ഞവരാണത് ഇപ്പോഴും ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ ഇതുവരെ മുടക്കിയിട്ടില്ല. അത്രയും 35 കൊല്ലായി 36 കൊല്ലായി ഇതുവരെയും മുടക്കിയിട്ടില്ല. അപ്പൊ അത് മുടക്കുമ്പോ ഒരു വിഷമാണ്. തിരുവാതിര പ്രധാനമായിട്ടൊരു സാധനമാണ്. ഷീലോപ്പിൾക്കും ഇതുപോലെ ഇത് തന്നെയാണോ അതോ ഇതൊക്കെ ചെയ്യാറുണ്ട്? അതിൽ കൂടുതലായിട്ട് ഇനി വല്ലതും ചെയ്യാറുണ്ടോ? ഇതുണ്ട്. പിന്നെ ഇപ്പം ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് പാതിരാപ്പൂ ചൂടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും നമുക്ക് മംഗല്യമുള്ളവർക്ക് അല്ലാത്ത പെൺകിടാങ്ങൾക്ക് ഒക്കെ വേണ്ട ഒരു കാര്യമാണല്ലോ. അപ്പോൾ അത് നമ്മൾ പാതിരാപ്പൂവ് എന്ന് പറഞ്ഞിട്ടൊരു പൂവ് തന്നെ ഉണ്ട്. പേര് പറയാൻ പാടില്ല. അതെ, കൊടുവേലി പൂവ് എന്നാണ്, ചുമന്ന ഒരു പൂവ്. തിരുവാതിര ഇപ്പോഴും ഉണ്ട്. തിരുവാതിര അതിന്റെ പേര് പറയില്ല. അതുണ്ട്, പറയില്ല. അതേപോലെ മഞ്ഞൾ അതും പേര് പറയില്ലല്ലോ. അത് കുളി കഴിഞ്ഞിട്ട് നമ്മള് പച്ചയും മഞ്ഞയും തൊടുക എന്നാ പറയുക. അതാണ്. അത് തൊട്ട് കുളത്തിൽ തന്നെ നമ്മൾ കുറിയിടാനുള്ളതൊക്കെ കൊണ്ടുവരും. എന്നിട്ടൊരു ഊഞ്ഞാലാടലുണ്ട്, അവിടെ തന്നെ ഒരു തിരുവാതിരക്കളി ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറി വരിക. അതേപോലെ തന്നെ എട്ടങ്ങാടി നേദിക്കുക, അങ്ങനെ ഒരു ചടങ്ങുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ പല സ്ഥലത്തും ഇല്ല. അപ്പൊ എന്റെ ഇല്ലത്തേക്കൊന്നും എട്ടങ്ങാടി നേദിക്കലില്ല. അതായത് കോഴിക്കോട് ഭാഗത്തേക്കൊന്നും ഇല്ല. അവിടെ മലപ്പുറം കോഴിക്കോട് ഭാഗത്തേക്ക് ഇല്ല. പക്ഷെ ഇനിയുള്ള ഇല്ലങ്ങളുണ്ടോ നിശ്ചയില്ല കേട്ടോ. ശാന്തിയുടെ ഇല്ലത്ത് ഇപ്പൊ ഒറ്റപ്പാലത്ത് ഉണ്ടോ അതോ ശാന്തിയുടെ ഇല്ലത്ത്? ഒറ്റപ്പാലത്തില്ല, കൊടകരയിലെ ഇല്ലത്ത് ഒറ്റപ്പാലത്തേക്ക് ഇല്ല. പക്ഷെ ശാന്തിയുടെ ഇല്ലത്ത് ഉണ്ടായിരുന്നു. അപ്പൊ കുട്ടിക്കാലത്തൊക്കെ നല്ല അനുഭവത്തിന്റെ അന്നാണ് എട്ടങ്ങാടി. എന്താ മകേരത്തിന്റെ അന്നാണ് എട്ടങ്ങാടി. എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളും ഒക്കെ ഇങ്ങനെ ചുട്ട് അങ്ങനെയാണ് നേദിക്കലാണ്. അന്ന് അവിടെ ഇരുന്നിട്ട് നേദിച്ചത് അവിടെ തന്നെ എല്ലാവരും കൂടി കഴിക്കുക. അതാണ് ഈ ഒറ്റപ്പാലം ഭാഗത്തില്ല, ഞങ്ങളുടെ ഇല്ലത്ത് ഉണ്ടായിരുന്നു. തിരുവാതിര എന്ന് പറയുമ്പോൾ പ്രാദേശികമായി ഇപ്പൊ ഈ കൈകൊട്ടിക്കളിക്ക് പ്രാദേശികമായ വ്യത്യാസമുള്ള പോലെ തന്നെ തിരുവാതിരയുടെ ആചാരങ്ങൾക്കും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. തിരുവാതിരയെ കുറിച്ച് ഓർക്കാൻ ഒരുപാടുണ്ട്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ഒരു തിരുവാതിരക്കാലം കൂടി വന്നെത്തി. സത്യം പറഞ്ഞാൽ തിരുവാതിരക്കാലം വരുമ്പോഴാണ് ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കുക തന്നെ ചെയ്യുക. അതുപോലെ തന്നെ തിരുവാതിരയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് കൈകൊട്ടിക്കളി. രാത്രി വെളിച്ചാവോളം തിരുവാതിരക്കളി അല്ലെങ്കിൽ കൈകൊട്ടിക്കളി കളിക്കാറ് പതിവുണ്ട്. പണ്ടൊക്കെ ധാരാളം പതിവുണ്ട്. ഇപ്പോഴും ചില സ്ഥലത്തൊക്കെ അത് തുടർന്നു പോരുന്നു. അപ്പോൾ തിരുവാതിര ആയതുകൊണ്ട് ഞങ്ങൾ തിരുവാതിര ഒരു മഹാദേവനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു കഥകളിപ്പദത്തിൻ്റെ വീഡിയോ ആണ് ഞങ്ങൾ ഇന്ന് പോസ്റ്റ് ചെയ്യണത്. അത് ദക്ഷയാഗം കഥയിലെ ഒരു പദമാണ്. മംഗലമൂർത്തിയായുള്ള മഹേശനെ മാനിച്ചു കൊള്ളുക നല്ലു മഹേശ
എല്ലാവർക്കും ഞങ്ങളുടെ ഒറ്റപ്പാലം ഗായത്രി നമ്പൂതിരി സഭ ആർദ്രാമൃതം ടീമിന്റെ തിരുവാതിര ആശംസകൾ.